വിഷയത്തിൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കെ സുധാകരൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബി.ജെ.പിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന വിവാദ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് തുറന്ന പരാമർശങ്ങളും ആരോപണങ്ങളും നടത്തിയ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ CPM-നെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവം ഇത്രയും ചർച്ചയായിട്ടും ഇ.പിക്കെതിരെ CPM നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് സുധാകരൻ പരിഹസിച്ചത്. ഇ.പിക്കെതിരെ നടപടിയെടുത്താൽ CPM-ലെ അഴിമതിയെല്ലാം പുറത്തു വരുമെന്നാണ് സുധാകരൻ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഇ.പി ബി.ജെ.പിയിലേക്ക് പോവുമെന്ന പ്രചരണത്തിന് തുടക്കമിട്ടതും സുധാകരൻ തന്നെയായിരുന്നു. ഇപ്പോൾ CPM-നെതിരെയും ഇ.പിക്കെതിരെയും രംഗത്തെത്തിയ സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇ.പിയെ തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം മൊത്തം കത്തും. അത് കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ജയരാജൻ. നടപടി എടുക്കില്ലെന്ന് താൻ ആദ്യമേ പറഞ്ഞതല്ലേ. അതുകൊണ്ട് തന്നെ ജയരാജനെ നോവിക്കാനോ അലോസരപ്പെടുത്താനോ CPM നേതൃത്വം ഒന്നും ചെയ്യില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. സെഞ്ചുറി അടിച്ച പോലെയല്ലേ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ഇ.പി ഇറങ്ങിപ്പോയത്. ഇ.പിക്കെതിരെ നടപടിയെടുത്താൽ പിണറായി വിജയൻ അടക്കം അകത്തു പോകേണ്ടി വരും. പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് CPM ഇ.പിക്കെതിരെ നടപടിയെടുക്കാത്തതെന്നും സുധാകരൻ വിമർശിച്ചു. അതേസമയം പ്രകാശ് ജാവ്ദേക്കറുമായി ജയരാജൻ ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ CPM കേന്ദ്രങ്ങൾ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഒട്ടും ഭൂഷണമല്ലെന്നും ഇതിനു പുറമെ ഒരു ബി.ജെ.പി നേതാവ് സ്വന്തം വീട്ടിൽ ചർച്ചയ്ക്കെത്തിയത് പാർട്ടിയെ അറിയിക്കാതെ ഇരുന്നത് വീഴ്ചയാണെന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. എങ്കിലും തൽക്കാലം ഇ.പിക്കെതിരെ നടപടി വേണ്ടെന്നാണ് തീരുമാനം. LDF കൺവീനർ സ്ഥാനത്ത് തന്നെ അദ്ദേഹം തുടർന്നേക്കും. എങ്കിലും വിഷയം കേന്ദ്ര നേതൃത്വത്തിന്റെ ഉൾപ്പെടെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തിയ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്നുകൂടി പരിശോധിക്കാനാണ് സാധ്യത. എങ്കിലും കടുത്ത നടപടി ഉണ്ടായേക്കില്ല. നേരത്തെ കെ സുധാകരനാണ് ഇ.പി ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോവുമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിനായി ഗൾഫിൽ വെച്ച് ശോഭാ സുരേന്ദ്രനുമായി ജയരാജൻ ചർച്ച നടത്തിയെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം ഇ.പി പാർട്ടി വിടുമെന്നുമായിരുന്നു സുധാകരന്റെ പ്രസ്താവന. എന്നാൽ ഇതൊക്കെ നിഷേധിച്ച ജയരാജൻ പക്ഷെ തന്റെ മകന്റെ ഫ്ളാറ്റിലെത്തി പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടിരുന്നുവെന്നും കൂടെ ദല്ലാൽ നന്ദകുമാർ ഉണ്ടായിരുന്നുവെന്നും സമ്മതിച്ചിരുന്നു. ഏതായാലും വിഷയം കൂടുതൽ ചർച്ചയാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ഇ.പി വിഷയം CPM-ന് തലവേദനയാവുകയാണ്.